പാകിസ്ഥാൻ അസ്വസ്ഥരാണ്. അവരുടെ രാജ്യത്തിന്റെ മധ്യ തെക്കൻ മേഖലയിലൂടെയുള്ള നിരവധി വ്യോമപാതകൾ ഇപ്പോൾ പ്രവർത്തനരഹിതാവസ്ഥയിലാണ്. പേടിക്കുന്നതാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, അത് നമ്മുടെ ഇന്ത്യയെ തന്നെ. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസങ്ങളിലൊന്നായ തൃശൂൽ ട്രൈ സർവീസസ് ഡ്രില്ലിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലെ സർ ക്രീക്കിലാണ് ഇത് നടക്കുക. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഭീകര കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ, റഡാർ സൈറ്റുകൾ എന്നിവ ലക്ഷ്യമിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ അഭ്യാസ പ്രകടനം നടക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമാബാദ് പരിഭ്രാന്തിയോടെ ഈ ഡ്രില്ലിനെ ഉറ്റുനോക്കുന്നത്. എന്താണ് തൃശൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനികാഭ്യാസം? പാകിസ്ഥാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും നോക്കാം. ഇന്ത്യൻ സായുധ സേന സംഘടിപ്പിക്കുന്ന ഒരു ട്രൈ കോമ്പാക്ട് സർവീസ് അഭ്യാസമാണ് തൃശൂർ. അതായത് ഇന്ത്യൻ സായുധ സേനയുടെ 3 ശാഖകളായ ഇന്ത്യൻ കരസേന, ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ വ്യോമസേന എന്നിവ ഒരുമിച്ച് പങ്കെടുക്കുന്ന അഭ്യാസം എന്നാണ് അർത്ഥം. ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെയുള്ള ദിവസങ്ങളിലാണ് തൃശൂർ നടക്കുക. ഇതിന്റെ ഭാഗമായി രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും വലിയ ഭാഗങ്ങളിലേക്കുള്ള വ്യോമ ദൗത്യങ്ങൾക്ക് ഇന്ത്യ ഒരു നോട്ടീസ് അയച്ചിട്ടുമുണ്ട്. പ്രതിരോധ വിശകലന വിദഗ്ധർ പറയുന്നതനുസരിച്ച് 28,000 അടി, അതായത് ഏകദേശം 8.5 കിലോമീറ്റർ ഉയരത്തിലുള്ള എയർ സ്പേസ് ആണ് ഇന്ത്യ ഈ പരിശീലനത്തിനായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പതിവ് പരിശീലനമല്ല എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്ന സാറ്റലൈറ്റ് ഇമേജ് കൊണ്ട് വ്യക്തമാകുന്നത്. സമീപ വർഷങ്ങളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംയുക്ത സൈനിക പ്രവർത്തനങ്ങളിൽ ഒന്നാകും ഈ സൈനികാഭ്യാസം എന്നാണ് സൂചന. കരസേനയും നാവികസേനയും ചേരുന്നതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചുള്ള പ്രധാന വ്യോമ പ്രവർത്തനങ്ങളും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും. 20,000-ൽ പരം സൈനികരാകും അഭ്യാസത്തിൽ പങ്കെടുക്കുക. വിദേശ നിർമ്മിത ഉപകരണങ്ങളെ ആശ്രയിക്കാതെ തദ്ദേശീയമായി നിർമ്മിച്ച സാങ്കേതിക വിദ്യകൾ, തദ്ദേശീയ ആയുധങ്ങൾ, ഇന്ത്യൻ തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് തങ്ങളുടെ സായുധ സേനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ് ഇന്ത്യ ഇതിലൂടെ ശ്രമിക്കുന്നത്. മഹാഗുജറാത്ത് എന്ന സംയുക്ത സൈനികാഭ്യാസത്തോടൊപ്പം റാഫേൽ, സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, IL-78 മിഡ് എയർ റൈഫിളുകൾ തുടങ്ങിയ ഫോഴ്സ് എനേബിളുകൾ വിന്യസിക്കുകയും ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് സർ ക്രീക്ക് എന്ന പ്രദേശം ഇന്ത്യ ഇതിനായി തിരഞ്ഞെടുത്തതെന്നാണ് ചോദ്യം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയിലുള്ള 96 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ചതുപ്പ് നിലമാണ് സർ ക്രീക്ക്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന ഉഭയകക്ഷി തർക്കത്തിന്റെ ഉറവിടമാണിവിടം. ഗുജറാത്ത് തീരത്തെയും പാകിസ്ഥാന്റെ കറാച്ചിയിലെയും സമുദ്രമേഖല നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് സർ ക്രീക്ക് എന്ന ചെറുപ്രദേശം. ഈ മേഖലയെ ചൊല്ലിയുള്ള ഭിന്നതകൾ പരിഹരിക്കാനായി ഒട്ടേറെ തവണ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ സൈനികാഭ്യാസം ഈ പ്രദേശത്ത് നടത്തുന്നതിനെ പാകിസ്ഥാൻ സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഈ സൈനികാഭ്യാസത്തോട് പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ് അറിയേണ്ടത്. ഈ വാർത്ത അറിഞ്ഞതു മുതൽ പാകിസ്ഥാൻ പരിഭ്രാന്തരാണെന്ന് വേണം മനസ്സിലാക്കാൻ. മധ്യ തെക്കൻ വ്യോമാതിർത്തികളിലൂടെയുള്ള വ്യോമഗതാഗത റൂട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു വിജ്ഞാപനം പാകിസ്ഥാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നീക്കത്തിന് തടയിടാൻ പാകിസ്ഥാൻ മറ്റൊരു അഭ്യാസമോ ആയുധ പരീക്ഷണമോ നടത്താൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നതും. അതിന്റെ ഭാഗമായി അറബിക്കടലിൽ പട്രോളിംഗ് വർദ്ധിപ്പിക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ സൈനികാഭ്യാസം നടന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനൊട്ടും ദഹിക്കില്ലെന്നും അവർക്കത് അനുകൂലമായിരിക്കില്ലെന്നും ഉറപ്പാണ്. അതുകൊണ്ട് സർ ക്രീക്കിൽ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം.